ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. വട എന്ന് പറയുമ്പോൾ കുറേ സമയം എടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു വടയല്ല, ഇത് അവൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടൊരു 15 to 20 മിനിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അവലാണ് വേണ്ടത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ജസ്റ്റ് അവലിൻ്റെ മേലെ ഇങ്ങനെ അങ്ങ് വന്നാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കുതിർക്കേണ്ട ആവശ്യമില്ല. അവൽ ജസ്റ്റ് ഒന്ന് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ കറക്റ്റ് വറ്റിയിട്ട് അവൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ മിക്സാക്കി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും കൂടുതൽ വെള്ളം അടിയിലൊന്നുമില്ല, കറക്റ്റ് വെള്ളമായിരിക്കും. അതായത് നമ്മൾ അവലിൻ്റെ മേലെ കറക്റ്റ് ജസ്റ്റ് മൂടുന്ന രീതിയിൽ ഒഴിക്കുമ്പോൾ ഇതേ രീതിയിലായി കിട്ടും. ഇനി ഇൻ കേസ് കുറച്ച് വെള്ളം കൂടുതലുണ്ട്, വെള്ളമയം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് പിഴിഞ്ഞ് കളയണം. ഇതിപ്പോൾ കണ്ടോ, പിഴിയുമ്പോൾ വെള്ളമൊന്നും വരാനൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ റവ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ അവലായതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇത്തിരി എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റവ ഇടുന്ന സമയത്ത് കൂടുതൽ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഒഴിവാക്കി കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി, അതാണ് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. മിക്സാക്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണേ. നല്ലോണം കുഴച്ചെടുക്കുക എന്ന് വെച്ചാൽ അവൽ നല്ലോണം ഇങ്ങനെ കുഴഞ്ഞ് നല്ല മാവ് പോലെ ആയി കിട്ടണം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല, പകരം ഇതുപോലെ കൈ വെച്ച് നല്ലോണം ഇങ്ങനെ ഞരടി എടുക്കുന്ന സമയത്ത് ഇതാ കയ്യിലിങ്ങനെ നല്ല മായായി ചെറിയ ചെറിയ തരികളുണ്ടാവും, എന്നാലും അത്യാവശ്യം ഇങ്ങനെ മായായി കിട്ടും. അപ്പം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മിക്സാക്കി നോക്കുക. പിന്നെ ഒരു ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ടോട്ടൽ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ആദ്യം തന്നെ ഒന്നിച്ചെല്ലാം കൂടെ ഒഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കൂടുതൽ ലൂസായി പോകരുത്. നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ എണ്ണയിൽ ഇടാൻ പറ്റണം. കാരണം നമ്മൾ അവലെടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവിലും നല്ല നനവുണ്ടാവും ഇതിൽ. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ കറക്റ്റ് അളവിലായിരിക്കും കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല മയത്തിൽ ഇത് നല്ല ഉഷാറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ മതിയാകും. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരിക്കലും വലുതാക്കി അരിഞ്ഞിടരുത്, പൊടിയായിട്ട് തന്നെ അരിഞ്ഞിടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വടയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുരുമുളക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതോടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം കൈകൊണ്ട് നല്ലോണം തിരുമ്മി നല്ല കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളിയും ബാക്കി കാര്യങ്ങളും ആ ഒരു അവലിലേക്ക് നല്ലോണം പിടിച്ച് കിട്ടിക്കോട്ടെ. ഇങ്ങനെ നല്ല കുഴച്ച് മറിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയെടുക്കട്ടെ. ചെറിയൊരു നനവ് ഉണ്ടാവണം കയ്യിന്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കൂടുതൽ ഒട്ടിപ്പിടിക്കാത്തത് ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. മാവ് പരത്തുന്ന സമയത്ത് ഇൻ കേസ് ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറവായിട്ടായിരിക്കും. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് പിന്നെ ആ ഒരു വിരളൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഉള്ളിൽ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ കറക്റ്റ് ഹോളും കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കയ്യിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കുന്നത് ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എണ്ണ എപ്പോഴും നമ്മൾ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ. ചെറിയ ചൂടിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്തായാലും ചെറിയ തീയിലാക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇട്ട ഉടനെ തന്നെ ഇളക്കുകയും വേണ്ട കേട്ടോ. ഒന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ അവൽ വട നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു മാവ് മിക്സിലേക്ക് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇപ്പോൾ പരത്തിയിട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തതിനൊക്കെ കുറച്ചുകൂടെ വേറൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഇത്തിരി കൂടെ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തത്തെ ടെക്സ്ചറേ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ റവയൊക്കെ ഒരു ഇത്തിരി പുറത്തേക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലും കുറച്ചുകൂടെ വേറൊരു ടെക്സ്ചറിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കാണാനും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടും കുഴപ്പമില്ല, ഞാൻ വ്യത്യാസം കാണിച്ചത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു അളവിൽ നമുക്കൊരു 11 to 12 വടയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ചൂടോടുകൂടി ഇങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പുറമൊക്കെ നല്ല മുരിഞ്ഞുള്ളു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ എന്തോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസം ഒന്ന് കാണിക്കാം കേട്ടോ. അതായത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള വടയാണ്. സംഭവം പുറത്ത് ക്രിസ്പിയൊക്കെ ഉണ്ട്, ഉള്ളിൽ സോഫ്റ്റൊക്കെയാണ്. ഇങ്ങനെ മുറിച്ച് നോക്കുന്ന സമയത്ത് ഒരു വെള്ള കളറായിരിക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ ബേക്കിംഗ് സോഡ 2 നുള്ളു ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള വട ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. അതിങ്ങനെ മുറിച്ച് നോക്കുന്ന സമയത്ത് കണ്ട കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ പുറത്ത് കുറച്ചുകൂടി ഒരു ക്രിസ്പി, ഉള്ളിൽ കുറച്ചുകൂടി ഒരു സോഫ്റ്റും ഒരു വേറെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. എനിക്കൊരു ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത് ബേക്കിംഗ് സോഡ ചേർത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ഏതും 2 മോശമല്ല കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാവ് പകുതി ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ വെറുതെ കടിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചട്നി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ചട്നി കൂട്ടിയിട്ട് സെർവ് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾ മാവ് കുഴച്ചെടുത്തിട്ട് ഫസ്റ്റ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോണ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വിണ്ട് കയറി പൊട്ടണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നമ്മൾ മാവിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ആ ഒരു ടൈറ്റായിട്ട് പരത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഫ്ലോപ്പ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ റെസിപ്പി തന്നെയാണ്, കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്